ഗാനത്തിൽ മാത്രമുള്ള ഒരു ഗോതമ്പപ്പത്തില് കൃത്രിമമായിട്ട് ഒരച്ഛൻ കുർബാന ചെല്ലുമ്പോൾ രഹസ്യമായിട്ട് പടം വരയ്ക്കുന്നു. പരിശുദ്ധ കുർബാനയ്ക്ക് പുരോഹിതൻ ഉപയോഗിക്കുന്ന ആ വലിയ തിരുവോസ്തി രൂപതാ കേന്ദ്രങ്ങളിൽ നിന്നും അതുണ്ടാക്കുന്ന ഭവനങ്ങളിൽ നിന്നും ആർക്കും വാങ്ങിക്കാം. ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ മാംസമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2033 ആഗോള കത്തോലിക്ക സഭ വലിയ മഹാ ജൂബിലി ആഘോഷിക്കുമ്പോൾ ലോകം മുഴുവനും പരിശുദ്ധ കുർബാനയിലേക്ക് വരണം. അതാണ് വിളക്കന്നൂർ ഇടവകയിലൂടെ ദൈവം ചെയ്തിട്ടുള്ള ആരാധനക്രമ പരിശുദ്ധ കുർബാന മഹാത്ഭുതത്തിലൂടെ ലോകത്തോട് പറയുക. ഇതിനെക്കുറിച്ച് പല വീഡിയോകളും പഠനങ്ങളും ഇറങ്ങുന്നുണ്ട്. അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഈ ആരാധനക്രമ പരിശുദ്ധ കുർബാന മഹാത്ഭുതത്തിൽ സഭയുടെ എല്ലാ ദൈവശാസ്ത്രങ്ങളുമുണ്ട്. അതുകൊണ്ട് ധാരാളമായി വിളക്കന്നൂർ ഇടവകയിൽ സംഭവിച്ചിട്ടുള്ള മഹാത്ഭുതത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളും പഠനങ്ങളും ഉണ്ടാകട്ടെ. ഞാനിവിടെ 2 കാര്യങ്ങൾ മാത്രം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാകാം, ഇതാരെങ്കിലും വരച്ചതാണോ? കത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു കൃത്രിമത്വം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒന്നാമതായി ഓർക്കണം, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലെ പല നൂറ്റാണ്ടുകളിൽ ഈ 3-ാം സഹസ്രാബ്ദത്തിലും പരിശുദ്ധ കുർബാനയിലെ രൂപാന്തരപ്പെട്ട അപ്പോമീന്യം ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട് ആ തിരുമാംസം കഠിനമായി ക്രൂരമായി പീഡയനുഭവിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ മാംസമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അത് AB പോസിറ്റീവ് രക്തമാണെന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നൂറ്റാണ്ടുകളിലൂടെ പല ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലൂടെയും ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ഈ മഹാരഹസ്യത്തെ കത്തോലിക്ക സഭയ്ക്ക് കൃത്രിമം കാണിച്ചുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയോ സൗഖ്യങ്ങൾ ഇന്ന് ദിവ്യകാരുണ്യത്തിലൂടെ നടക്കുന്നു. ലൂർദിലെ പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിന്റെ പ്രദർശനത്തിന്റെ സമയത്തല്ലേ കൂടുതൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് കത്തോലിക്ക തിരുസഭയ്ക്ക് ഇങ്ങനെ ഒരു കൃത്രിമത്വം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇതാരെങ്കിലും വരച്ചതാണോ എന്നൊക്കെ ചിന്തിക്കുന്നവര് പരിശുദ്ധ കുർബാനയ്ക്ക് പുരോഹിതൻ ഉപയോഗിക്കുന്ന ആ വലിയ തിരുവോസ്തി രൂപതാ കേന്ദ്രങ്ങളിൽ നിന്നും അതുണ്ടാക്കുന്ന ഭവനങ്ങളിൽ നിന്നും ആർക്കും വാങ്ങിക്കാം. കൂടി വന്ന ഒരെണ്ണത്തിന് 10 രൂപ അത്രേ ഉള്ളൂ. അത് വാങ്ങിച്ച് അതിൽ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതിന് പറ്റിയ പെയിന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്ക്. എന്നിട്ട് പറയുക ഇതാരെങ്കിലും വരച്ചതാണോ എന്ന്. എന്തൊരു മണ്ടത്തരമാണ്. കടലാസ് ഗാനത്തിൽ മാത്രമുള്ള ഒരു ഗോതമ്പപ്പത്തില് കൃത്രിമമായിട്ട് ഒരച്ഛൻ കുർബാന ചെല്ലുമ്പോൾ രഹസ്യമായിട്ട് പടം വരയ്ക്കുന്നു. കഷ്ടം അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ഞാൻ പറയും. സ്വർഗാരോഹണ വേളയിൽ ഈശോ പറഞ്ഞു, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അതെ, ലോകാവസാനം വരെ ഈശോ നമ്മളോടൊത്ത് വസിക്കുന്നു. എങ്ങനെ? തിരുവചനത്തിലൂടെ പോരാ, പരിശുദ്ധ കുർബാനയിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെ. ആ മഹാത്ഭുതമാണ്, ആ സത്യമാണ് ഈശോ ദൈവം ഈ വിളക്കന്നൂർ ഇടവകയിലെ മഹാത്ഭുതത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. വീണ്ടും ചിലരൊക്കെ ചോദിക്കും, അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്ന ആ മഹാരഹസ്യത്തെ ജനങ്ങൾക്ക് കാണാൻ പറ്റുകയില്ലല്ലോ. അച്ഛൻ മധുബഹായിലേക്ക് തിരിഞ്ഞു നിൽക്കുകയല്ലേ?
അച്ഛൻ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ജനങ്ങളെ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഈ തിരുവോസ്തിയിൽ വരുന്ന മാറ്റം കാണാൻ സാധിക്കും. എന്തൊരു ഭോഷത്വമാണ് ഈ പറയുന്നത്. ബലിപീഠത്തിൽ വച്ചിരിക്കുന്ന ആ തിരുവോസ്തിയിൽ കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന രൂപാന്തരം അച്ഛനെ ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ കാണാൻ പറ്റുമെന്നൊക്കെ വാദിച്ചാൽ അത് ഭോഷത്വമല്ലേ? ജനം ആന്തരികമായി വിശ്വസിക്കണം. അപ്പത്തിൽ വീഞ്ഞിലും മാറ്റം വരുത്തുന്നത് പുരോഹിതന്റെ കഴിവ് കൊണ്ടൊന്നുമല്ല, അവിടെ നിൽക്കുന്ന ദൈവജനത്തിന്റെ വിശ്വാസത്തിൻ്റെതുമല്ല, അത് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ്. ദൈവത്തിന്റെ ലക്ഷ്യം അതിലൂടെ നമ്മളുമായിട്ട് ഒന്നു ചേരുക എന്നുള്ളതാണ്. നമ്മൾ ആ ദൈവവുമായിട്ട് ഒന്നു ചേരുക എന്നുള്ളതാണ്. ഇവിടെ ആന്തരികമായ വിശ്വാസവും ബൗദ്ധികമായ ബോധ്യവുമാണ് നമുക്ക് ആവശ്യം. കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ അപ്പോമീനും മാംസരക്തങ്ങളായിട്ട് മാറുന്നത് കാണാൻ വേണ്ടി ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയല്ല വേണ്ടത്. കാസയിലുള്ള വീഞ്ഞ് തിരുരക്തമായിട്ട് മാറുന്നത് കാണാനായിട്ട് പറ്റുമോ? പറ്റില്ല. പക്ഷെ കാണാൻ സാധിക്കും. എന്താ കാണാൻ സാധിക്കുന്നത്? കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥന ഒരർത്ഥത്തിൽ പെന്തക്കുസ്തായുടെ അനുസ്മരണമാണ്. പെന്തക്കുസ്തായിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ ശക്തമായി പരിശുദ്ധാരൂപി വന്നു. തീനാദുക്കളുടെ രൂപത്തിൽ പരിശുദ്ധാരൂപി ഇറങ്ങി വന്നു. ഇതാ ആ പെന്തക്കുസ്തായുടെ സമയമാണ് കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന പ്രാർത്ഥന. കരിസ്മാറ്റിക് ധ്യാനത്തിന്റെ നവീകരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യൊപ്പ് ശുശ്രൂഷയിലെ പരിശുദ്ധാരൂപിയുടെ അഭിഷേകം സ്വീകരിക്കുന്നു. അതെ, കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവജനം കരിസ്മാറ്റിക് ധ്യാനത്തിലെ കയ്യൊപ്പ് ശുശ്രൂഷയുടെ സമയത്ത് ഭയഭക്തിയോടുകൂടി പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കണം. എന്തിനാ? പരിശുദ്ധാരൂപിയുടെ അഭിഷേകം അപ്പത്തിലും മീഞ്ഞിലും മാത്രമല്ല, മറിച്ച് എന്നിലും ഉണ്ടാകാൻ. ഓർക്കുക, പരിശുദ്ധാരൂപി അപ്പോമീനും മാംസരക്തങ്ങളാക്കി മാറ്റി ദൈവത്തിന് ഇങ്ങനെ ഒരു മഹാത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയല്ല ദൈവം പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതെന്ന് മറക്കരുത്. ദൈവം പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്തിനു വേണ്ടിയാ? നമ്മളിൽ പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടിയാണ്. നമ്മളിൽ പരിവർത്തനം വരുത്തുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധ കുർബാനയിലൂടെ, പരിശുദ്ധ കുർബാനയുടെ ദർശനത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളിലേക്ക് വന്നുകൊണ്ട്, നമ്മൾ ദൈവവുമായിട്ട് ഒന്നു ചേർന്നുകൊണ്ട് നമ്മളിൽ പരിവർത്തനം വരുത്തുക എന്നുള്ളതാണ് പരിശുദ്ധ കുർബാനയുടെ ലക്ഷ്യം. നമ്മളിലെ ആ പരിവർത്തനം ആരാണ് വരുത്തുന്നത്? പരിശുദ്ധാരൂപിയാണ്. ചില ആരാധന ക്രമങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പരിശുദ്ധാരൂപി അപ്പത്തിന്റെയും മീഞ്ഞിന്റെ മേലും ജനങ്ങളുടെ മേലും എഴുന്നള്ളി വരണമേ എന്ന്. സീറോ മലബാർ കുർബാനയിൽ പ്രത്യക്ഷമായി ജനങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പറയുന്നില്ലെങ്കിലും നമ്മളിൽ സംഭവിക്കേണ്ട രൂപാന്തരീകരണത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വിളക്കണ്ണൂർ ഇടവകയിൽ ദൈവം തന്നിട്ടുള്ള ഈ വലിയ മഹാത്ഭുതത്തെ, ആരാധനക്രമ പരിശുദ്ധ കുർബാന മഹാത്ഭുതത്തെ കുർബാന കേന്ദ്രീകൃതമായി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്കും അങ്ങോട്ട് പോകാം, ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകാം, ആ തിരുവോസ്തിയിലെ തിരുമുഖം ദർശിക്കാം. എന്തിനു വേണ്ടിയാ? രോഗശാന്തികൾ കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, വിവാഹങ്ങൾ നടക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മക്കളുണ്ടാകുന്നതിന് വേണ്ടി മാത്രമല്ല, സാമ്പത്തിക കടങ്ങൾ ഇല്ലാതാകുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ആരാധനക്രമ പരിശുദ്ധ കുർബാനയുടെ ദർശനത്തിലേക്ക് വളർന്നു വരുവാനും എല്ലാവരെയും പരിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരുന്ന പ്രേക്ഷിതരായി തീരുന്നതിനു വേണ്ടി നമുക്കും വിളക്കന്നൂർക്ക് പോകാം, തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാരൂപി നമ്മളിലേക്ക് ഇറങ്ങി വരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.